സ്വാമി ശരണം. അയ്യപ്പ ഭക്തിഗാനങ്ങളുടെ ആലാപനത്തിലൂടെ അനിർവചനീയമായ ആനന്ദം ഭക്തർക്ക് തീർത്ഥാടകർക്ക് സമ്മാനിച്ചിട്ടുള്ള അനുഗ്രഹീതരായ ഗായകനാണ് എം ജി ശ്രീകുമാർ സാർ. സാർ നമസ്കാരം. സ്വാമി സവിധത്തിലേക്ക് സ്വാഗതം. സ്വാമി ശരണം. വീണ്ടും ഒരു തീർത്ഥാടനകാലം ആഗതമായിരിക്കെ സാറിൻ്റെ അയ്യപ്പ ഭക്തിഗാനങ്ങളെ വളരെയധികം ഇഷ്ടമാണ് ഭക്തജനങ്ങൾക്ക്, വീണ്ടും വീണ്ടും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നതാണ്. സാറിൻ്റെ ഒരു അയ്യപ്പ ഭക്തി അനുഭവം ആദ്യമായിട്ട് എങ്ങനെയാണ് പറയുക? ഞാൻ താമസിച്ചിരുന്നത് തൈക്കാട്. തൈക്കാട് എന്ന് പറയുമ്പോൾ ആദ്യം മേട്ടുക്കട, അവിടെ ആയിരുന്നു തുടക്കം, ഒരു വാടക വീട്ടിൽ. അതിനുശേഷം ഞങ്ങൾ അമ്മൻകോവിലിൻ്റെ അങ്ങോട്ട് ഒരു വീട് വാങ്ങിച്ച് മാറി. അങ്ങനെ മാറിയപ്പോഴത്തേക്ക് അമ്മൻകോവിൽ നമ്മുടെ വീടിൻ്റെ സൈഡിൽ മേടയിൽ നിന്ന് അറ്റത്താണ് അയ്യപ്പ ക്ഷേത്രം, ധർമ്മശാസ്ത്ര ക്ഷേത്രം. അപ്പോൾ അവിടെ ഇന്നും പോയി എൻ്റെ അമ്മ എല്ലാ ദിവസവും പോയി തൊഴും, ഞാനും തൊഴും. കാരണം ഞാൻ പഠിച്ചത് തൊട്ടപ്പുറത്ത് മോഡൽ സ്കൂളിൽ, പിന്നെ അത് കഴിഞ്ഞ് ആർട്സ് കോളേജിൽ. അപ്പം അയ്യപ്പനെ കാണാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റത്തില്ല. പിന്നെ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ കച്ചേരി പാടുന്ന അന്ന് എൻ്റെ അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ പറയുന്ന ഹാർമോണിയം വാങ്ങിച്ച് ഞാൻ ശാസ്താവിൻ്റെ മുമ്പിലാണ് ആദ്യമായിട്ട് ഞാൻ കച്ചേരി പാടുന്നത്. അത് അന്ന് എനിക്കൊരു 12 വയസ്സാണ്. വിവരമില്ലാത്ത കച്ചേരി. ചെറുപ്രായത്തിൽ നമ്മൾ കേട്ടൊക്കെ ഉള്ള, അവിടെ എല്ലാവരും പാടിക്കേട്ടുള്ള കച്ചേരിയാണ്. അങ്ങനെയുള്ള ഒരു കച്ചേരി ഉണ്ടായിരുന്നു. അങ്ങനെ ആ അമ്പലമായിട്ടങ്ങ് ചേർന്നു. കാരണം ശാസ്താംകോവിൽ ഇല്ലാതെ ഒരു ജീവിതമില്ല. കാരണം ആ ഒരു ശാസ്താവ്. പിന്നെ തൊട്ടിപ്പുറത്ത് അമ്മൻകോവിൽ, അതായത് ഭദ്രകാളിയാണ്. അപ്പോൾ ഇപ്പം ഞാൻ വീട്ടിൻ്റെ വെളിയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, മേടയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ വീടിൻ്റെ വലതുവശത്ത് ഭദ്രകാളി, ഇടതുവശത്ത് അയ്യപ്പൻ, ധർമ്മശാസ്ത്രം. അപ്പോൾ അങ്ങനെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കച്ചേരി പാടിയതും. അതുപോലെ ആദ്യത്തെ കെട്ടുനിറ. ഞാൻ ഏകദേശം 24ഓളം മല ചവിട്ടിയ മനുഷ്യനാണ്. അന്നൊക്കെ ഒരു ആഘോഷമായിരുന്നു. കാരണം ഈ മലയ്ക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 21 ദിവസം, അതിൽ കൂടുതൽ നടക്കത്തില്ല. അത് പിന്നെ കുറഞ്ഞു, 14 ദിവസമായി, പിന്നെ 7 ദിവസമായി. 7 ദിവസത്തിൽ കുറഞ്ഞ് ഞാൻ പോയിട്ടില്ല. ഒന്നൊരു 20-25 മലയെങ്കിലും ചവിട്ടിയിട്ടുണ്ട്. അപ്പോൾ അമ്മയാണ് ഈ കെട്ട് നിറച്ചിട്ട്, ലക്ഷ്മണൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ആളുണ്ടായിരുന്നു, ഒരു സ്വാമി. അപ്പോൾ ഈ കെട്ട് നിറയ്ക്കാനൊക്കെ, അപ്പോൾ അദ്ദേഹമാണ് കെട്ട് നിറച്ചിട്ട് അവിടെ നിന്നാണ് ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ കാറിൽ ശബരിമല പോകുന്നത്. ആദ്യമൊക്കെ നമ്മൾ ഈ രാത്രി പോകുമായിരുന്നു. ഈ രാത്രിയിൽ കെട്ട് നിറച്ച് സ്വാമി എന്നൊക്കെ വിളിച്ചിട്ട് പാട്ടൊക്കെ പാടിപ്പോയി ഈ പകല് മല കയറും. എന്നിട്ട് ഈ ഉച്ച വെയിലെല്ലാം കൊണ്ട് പൊരിഞ്ഞ് അവിടെ പോയി തൊഴുതിട്ട് രാത്രിയിൽ തിരിച്ചിങ്ങോട്ട്, അല്ല വൈകുന്നേരം തിരിച്ചിറങ്ങി. അപ്പോൾ അത് പിന്നെ ഞങ്ങൾ മാറ്റിയിട്ട് ഉച്ചയ്ക്ക് കെട്ട് കിട്ടും. ഒരു 11 മണിക്കൊക്കെ, 11-11:30 കെട്ട് നിറച്ചിട്ട് പിന്നെ ഇരുമുടി എടുത്ത് തലയിൽ വെച്ച് വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞാൽ ഞങ്ങൾ പോകുന്ന വഴി എവിടെന്നെങ്കിലും ഭക്ഷണം കഴിച്ച് വളരെ ലക്ഷറി ആയിട്ട് പോയിട്ട് 5 മണിക്ക് പമ്പാ സ്നാനം. എന്നിട്ട് പമ്പാ ഗണപതിയെ തൊഴുതിന് ശേഷം നമ്മൾ ആ ഒരു 5 മണിക്ക് തന്നെ കയറും. ദീപാരാധനയ്ക്ക് മുമ്പ് നടയിലെത്തും. നല്ല വേഗത്തിൽ. അന്നൊക്കെ എന്ന് പറയുമ്പോൾ ഒരു ഗ്ലാൻസ് കാണാൻ പറ്റും കേട്ടോ, അത്രയൊക്കെ ഉള്ളൂ. കാരണം ഞാൻ ആരുമല്ല, ആർക്കും അറിഞ്ഞുകൂടാ. ലക്ഷങ്ങളിൽ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ അങ്ങനെ പോയി. അങ്ങനെ കുറേ മല. അന്ന് ഈ സുബ്രഹ്മണ്യം റോഡെന്ന് പറഞ്ഞ റോഡേ ഇല്ല. ഇനി ഇതുപോലത്തെ ഫെസിലിറ്റീസ് ഒന്നും ഇല്ല. ഇങ്ങനെ ഉണ്ട്, മറ്റേ ഡോളിയിൽ കൊണ്ടുവന്നുണ്ട്. അതല്ലാതെ അവർ പോലും പോകുന്ന കണ്ടാൽ നമ്മൾ പേടിച്ചു, ഈ കല്ലിൻ്റെ ഇടയിൽ കൊടുക്കും. ഇപ്പോഴൊക്കെ കോൺക്രീറ്റ് പിടുത്തങ്ങളുണ്ട്. പിന്നെ സുബ്രഹ്മണ്യം റോഡ്, മറ്റേത് ഇങ്ങനെ എസ് എന്ന് എഴുതിക്കൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതുപോലെയാണ്. അപ്പം ഞങ്ങൾ ഈ തൊഴുത് കഴിഞ്ഞാൽ ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ പന്തയം വയ്ക്കും. ആദ്യം ആര് പമ്പയിൽ വന്ന് കാല് വെള്ളത്തിൽ ചവിട്ടുന്നു അവർക്ക് എന്തെങ്കിലും വാങ്ങിച്ച് സമ്മാനം. അപ്പോൾ അവിടുന്ന് സത്യം പറഞ്ഞാൽ ഈ പമ്പയിൽ വന്ന് കാല് വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ പുക വരും, അത്രയ്ക്കൊരു ഇതാണ്. പിന്നെ ഞങ്ങൾ പാട്ടും ബഹളവും ഒക്കെ. സന്നിധാനത്ത് നാമജപം ഭജനയ്ക്കൊക്കെ ഉണ്ട്. പിന്നെ ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ ഒരു പ്രോഗ്രാം അവിടെ നടത്തിയിട്ടുണ്ട്. ആരും പറഞ്ഞിട്ടൊന്നുമില്ല, എനിക്ക് തോന്നിയിട്ട്. അവിടെ ഞാൻ തബലയും ഹാർമോണിയവും 2 ഐറ്റവും പിന്നെ നമ്മുടെ കുറച്ച് കൂട്ടുകാരും ഒക്കെ ആയിട്ട് ഞങ്ങളവിടെ പോയി. വലിയ വേദി അവിടെ കാത്തിരിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു എപ്പോഴെങ്കിലും ആരെങ്കിലും ഈ തമിഴ് തെലുങ്കൊക്കെ മാറിയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മളും ഇടിച്ച് കയറി ഇരുന്ന് ഒരു 3-4 പാട്ടൊക്കെ പാടുമ്പോഴത്തേക്ക് ആരെങ്കിലും പിടിച്ചിറക്കും. പിടിച്ചിറക്കിയിട്ട് പിന്നെ വരും. അങ്ങനെ വന്നൊരു അനുഭവം ഞാൻ പങ്കുവച്ചിട്ടുണ്ട് നേരത്തെ. കാരണം വെറും ഒരു തോർത്തും കൊണ്ട് മാത്രം കൊടുത്ത ഒരു വയസ്സായ ഒരു മനുഷ്യൻ, അദ്ദേഹം ഇങ്ങനെ ആകെ ബുദ്ധിമുട്ടി നിൽക്കുകയാണ്. താഴോട്ട് പോകണോ മേലോട്ട് പോകണം, 2 പടി മേലോട്ട് കയറിയാൽ 2 പടി താഴോട്ട് പോകും.
ഇദ്ദേഹത്തിനെ താഴെ എങ്ങനെ എത്തിക്കും, ഇല്ലേ ഇദ്ദേഹം വീണ് മരിച്ചു പോകും. ഞങ്ങളെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ ഈ ഒരു കയ്യിൽ ഇങ്ങനെ രണ്ടുപേരും കൂടെ പൊക്കിയിട്ട് അങ്ങനെ തൂക്കി എടുത്ത് കുറേ ദൂരം ഞാൻ നടക്കും, അത് കഴിഞ്ഞ് പുള്ളിയെ വയ്ക്കും, പിന്നെ അടുത്ത ബാച്ച് വയ്ക്കും, അങ്ങനെ താഴെ ഏറ്റവും താഴെ കൊണ്ടുവന്നു ഗണപതിയുടെ അങ്ങോട്ട് കയറുന്നിടത്ത് ഇറങ്ങി വരുന്ന സ്ഥലം കൊണ്ടുവന്നിട്ട് നിർത്തിയിട്ട് ഞങ്ങൾ ഒരു കട്ടൻ കാപ്പിയും ഇതുണ്ടല്ലോ കുടിക്കാൻ വേണ്ടി ചുക്ക് കാപ്പി കുടിക്കാൻ വേണ്ടി തിരിഞ്ഞിട്ട് നോക്കുന്നത് കാണാനേ ഇല്ല. പക്ഷെ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ അന്ന് കിട്ടിയിട്ടുണ്ട്. അന്ന് ഞാൻ പറയുന്നില്ല, അയ്യപ്പൻ്റേതായിട്ടുള്ള ഒരുപാടുണ്ട്. ഇപ്പോൾ ഞാൻ തൊട്ടു മുമ്പ് ശബരിമലയിൽ പോയപ്പോൾ സന്നിധാനത്ത് തുടർച്ചയായിട്ട് മുഴങ്ങി കേട്ട് സാറ് പാടിയ പാട്ടുകളാണ്. ഒന്ന് കഴിഞ്ഞാൽ ഒന്നായിട്ട് എം ജി ശ്രീകുമാർ സാർ ആലപിച്ച പാടാം. അത്രയും ജനപ്രിയമായതുകൊണ്ട് കൂടിയാവണല്ലോ, അതിൽ ഭക്തി സാന്ദ്രത കൊണ്ടാണല്ലോ. അയ്യപ്പൻ്റെ പാട്ടുകൾ കാസറ്റുകളിലൂടെ സി ഡികളിലൂടെ ഒക്കെ പാടാൻ പറ്റിയ അനുഭവം എങ്ങനെയാണ് സാർ? അതാണ് കാരണം ഇത്രയും പോയതിൻ്റെ ഒരു പുണ്യമാണ്. പിന്നെ എനിക്ക് പോകാൻ അങ്ങനെ പിന്നെ ജോലിയായി, പിന്നെ അങ്ങനെ ഇങ്ങനെ നമ്മൾ എൻഗേജഡായി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ വ്രതം എടുക്കാൻ പറ്റത്തില്ല. ഇനി ഒരു ദിവസം വ്രതം എടുത്ത് പോകുന്നതിനകത്ത് എനിക്ക് താല്പര്യം. അതൊരു വെറുതെ ഒരു എന്താണ് പറയുന്നൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഭക്തിയോടുകൂടി പോകണമെന്നുണ്ടെങ്കിൽ 41 ദിവസമാണ്, ഇല്ലേ മിനിമം ഒരാഴ്ചയെങ്കിലും വേണം. അപ്പോൾ അങ്ങനെ. പക്ഷേ ഏറ്റവും വലിയ മഹാഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇറക്കിയ കാസറ്റ്, തുടക്കത്തിൽ തന്നെ ഇറക്കിയ കാസറ്റ് സൂപ്പർ ഡൂപ്പർ ഹിറ്റായി. അന്ന് 2 കമ്പനിയായിരുന്നു, തരംഗിണിയും രഞ്ജിനി. അപ്പോൾ അങ്ങനെ തരംഗിണിയിൽ ബീറ്റ് ചെയ്ത് രഞ്ജിനി കാസറ്റിന് വേണ്ടി ഞാൻ പാടിയ പാട്ടുകൾ, ഓണപ്പാട്ടുകളായാലും അയ്യപ്പൻ പാട്ടുകളായാലും അതിൻ്റെ എന്താണ് ഓർഡർ വരുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലക്ഷം 2 ലക്ഷം കാസറ്റാണ് പോകുന്നത്. അപ്പം അങ്ങനെ എൻ്റെ ഡിമാൻഡും കൂടി. അതെല്ലാം അയ്യപ്പൻ വരദാനം. പിന്നെ ഞാൻ തന്നെയാണ് ഇതിൻ്റെ സംഗീതം എല്ലാം ചെയ്തിരിക്കുന്നത്. പേരുകൾ പേടിച്ചിട്ട് എസ് കുമാർ പിന്നെ പല പേരുകളിലാണ്. മലയാളത്തിലെ എണ്ണം പറഞ്ഞ ഗാനരചയിതാക്കൾ, ഏറ്റവും പ്രമുഖരായിട്ടുള്ള ഗാനരചയിതാക്കൾ പാട്ടുകൾ എസ് രമേശ് നായർ സാറുണ്ട്, കൈതപ്രം സാറുണ്ട്, ബിച്ചു ദിനേശ് സാറുണ്ട്, ഒട്ടുമിക്ക ശ്രീകുമാരൻ നമ്പി സാർ ചെയ്തിട്ടുണ്ട്. ഉണ്ട്. പിന്നെ ഗിരീഷ് പുത്തഞ്ചേരി, അതെ, വയലാർ ശരചന്ദ്രൻ, അനിൽ പനച്ചൂരാൻ എന്ന് തുടങ്ങി രാജീവ് ആലിങ്കൽ, ഒരുപാട് പേര് ഉണ്ട്. ആ പാട്ട് അതിലേറെ ഒരു ഭാഗ്യം ഈ പാട്ടുകളൊക്കെ ഹിറ്റാവുന്നു എന്നുള്ളതിലേറെ അതിലേറെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഹരിവരാസൻ അവാർഡ് 2016 എനിക്ക് കിട്ടി. 4ാമത്തെ വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു അവാർഡ്. അത് പുണ്യം, ജന്മപുണ്യം. കാരണം ആ 4 അവാർഡ് എനിക്ക് 5ാമതാണെന്ന് തോന്നുന്നു. ആ അവാർഡെല്ലാം പമ്പയിൽ വെച്ചിട്ടായിരുന്നു വിതരണം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എൻ്റെ പർട്ടിക്കുലർ ആ അവാർഡ് വന്നപ്പോഴത്തേക്ക് എനിക്ക് തരേണ്ട അവാർഡ് വന്ന സമയത്ത് സന്നിധാനത്തിൽ വെച്ചായിരുന്നു. അന്ന് അവിടെ പോയി നോക്കിയപ്പോൾ എല്ലാ ഇതുമുണ്ട്, ഭാഷക്കാരുമുണ്ട്. അപ്പോൾ എനിക്ക് പേടിയായി. ഞാൻ ഈ ഇത് വാങ്ങിച്ചിട്ട് മലയാളത്തിൽ പാടിയാൽ ശരിയാവത്തില്ല. അപ്പോൾ അങ്ങനെ ഞാൻ രാത്രി രാമായണം തെലുങ്കും കന്നഡയും എല്ലാ പാട്ടുകളും ഓരോ പാട്ട് പഠിച്ചു. മലയാളം 3, തെലുങ്ക് കന്നഡ, അങ്ങനെ 5 പാട്ട് പാടിയിട്ടാണ് ഞാൻ ഹരിവരാസനം അവാർഡ് വാങ്ങിച്ചത്. അത് എനിക്കൊരു നാഷണൽ അവാർഡിനെക്കാട്ടി വലിയൊരു അവാർഡായിട്ട് ഞാൻ കാണാം. സാറിൻ്റെ പാട്ട് അയ്യപ്പനും കേൾക്കാൻ ആഗ്രഹമുണ്ടോ? ഏതാണ് ഇപ്പോൾ ഒരു പാട്ട് പാടുക? സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വര പൂജാമലരാക്കി തീർക്കണേ. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വര പൂജാമലരാക്കി തീർക്കണേ. തത്വമസി പൊരുളേ, നിത്യസത്യദയാനിധിയേ, ഇനി കൽപ്പാന്തമിഴീതൽ തുറന്നീടണേ. ഇരുമുടി നിറയുമേ ദുരിതം ഒഴിയണേ. ഇഹപര ശാന്തിതൻ അമൃതം അരുളണേ. മനസ്സാകും പുലിമേലെ വാഴണേ. ജന്മശനി നീക്കി ശരിയിടേണമേ. സാമവേദം പോലെ ഒത്തിരി നല്ല പാട്ടുകൾ, കണ്ണോളം കണ്ടതുപോലെ, പമ്പ് വിളക്കിന് പപ്പടം കാച്ച, അങ്ങനെ നിരവധി പാട്ടുകൾ എനിക്ക് പാടാനുള്ള അവസരം കിട്ടി. പിന്നെ എനിക്ക് മറ്റൊരു ഭാഗ്യം കിട്ടിയത് ഈ ഹരിവരാസനം അവാർഡ് വാങ്ങിക്കാൻ പോയപ്പോഴാണ് എനിക്ക് ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് തൊഴാനുള്ളൊരു അവസരം കിട്ടി. അതായത് ദീപാരാധന. ആ വിഗ്രഹം, അതിൽ എന്താണ് ആരതി ഒഴിയുന്നത് ഇപ്പോഴും കണ്ണിൽ നിന്ന് മായുന്നില്ല. ഏകദേശം 8 വർഷമായെങ്കിലും അതിങ്ങനെ ഒരു വലിയൊരു പ്രഭയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതായത്
ജീവിതത്തിൽ ഈ 24 മല പോയിട്ട് എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഇങ്ങനെ പോകും, തള്ളി നീക്കും പോകും. പക്ഷെ ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയപ്പോൾ എനിക്കൊരു മുൻഗണന കിട്ടി. കലിയുഗ വരദന്റെ കമനീയ വിഗ്രഹം കൺകുളിർക്കെ കാണുക അല്ലേ? അതൊരു വലിയ ഭാഗ്യമാണ്. അതെ, ആ അനുഗ്രഹത്തുടർച്ച ഇപ്പൊ സാറ് ആലപിച്ചിരിക്കുന്ന അയ്യപ്പ ഭക്തികളുടെ വീഡിയോ വരുമ്പോൾ ആൽബംസിനും വലിയ പ്രചാരമുണ്ട്. എത്രയോ പാട്ടുകൾ ഇപ്പൊ ഈ വർഷം വലിയ രീതിയിൽ യൂട്യൂബിൽ എന്റെ പൊന്നുസ്വാമി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പാട്ട് പാടിയായിരുന്നു. അതുപോലെ മണ്ഡല മാസം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു പാട്ടിറക്കി. ഇത് രണ്ടും തന്നെ ഒരുപാട് അയ്യപ്പ ഭക്തന്മാരും ബാക്കിയുള്ള എന്താ പറയുക സംഗീത പ്രേമികളും ഏറ്റെടുത്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം വേറൊന്നുമല്ല, എല്ലാവരും പറയും എൻ്റെ പാട്ട് ഈ മണ്ഡലമാസത്തിന് കുറച്ച് മുമ്പേ ഇട്ട് തുടങ്ങുമ്പോൾ MG വന്നു, ഇനിയിപ്പം അയ്യപ്പൻ കൂടെ വരും. അത് ശരിയാണ് സാർ. അമ്പലപ്പറമ്പിലും രാവിലെ ബസ്സിൽ സഞ്ചരിക്കുമ്പോഴും ഒക്കെയും ആളുകൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട് വീണ്ടും വീണ്ടും ഈ പാട്ടുകൾ. അപ്പോൾ വളരെ പ്രിയപ്പെട്ട കണ്ണാടി ചില്ലോലും കണിപ്പമ്പ അങ്ങനെ ഏതെങ്കിലും ഒരു പാട്ട് കൂടെ പാടിയിട്ട് പൂർത്തിയാക്കാം. കണ്ണാടി ചില്ലോലും കണിപ്പമ്പ കല്ലോല ചിലമ്പിട്ട കുളിർപ്പമ്പ പാഞ്ഞോടും പമ്പ പനിനീരിൻ പമ്പ ഞാൻ പാടുന്ന പാട്ടിന്നു ശ്രുതി പമ്പ പമ്പേ നീ അമ്പ പ്രണവത്തിൻ ഗംഗ നിന്നിൽ ചേർന്നരിയുന്നു നിറസന്ധ്യ പമ്പേ നീ അമ്പ പ്രണവത്തിൻ ഗംഗ നിന്നിൽ ചേർന്നരിയുന്നു നിറസന്ധ്യ കണ്ണാടി ചില്ലോലും കണിപമ്പ കല്ലോല ചിലമ്പിട്ട കുളിർപ്പമ്പ. സ്വാമി ശരണമയ്യപ്പ. സാർ 80കളുടെ തുടക്കം മുതൽ അങ്ങോട്ട് ഓഡിയോ കാസറ്റുകൾ വിപണിയിൽ വളരെ സജീവമായിരുന്നു. പിന്നീട് അതിനുശേഷം CDs ആയി. ഇപ്പം അതൊക്കെ കുറഞ്ഞ് ഇപ്പം ഒരു വർഷത്തിൽ 10 പാട്ട് കേൾക്കാൻ കാത്തിരിക്കുന്നവർക്ക് ഒരു പാട്ടിന്റെ വീഡിയോ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് സാറിന് CD ഇറക്കിവിടാം. ഇപ്പോഴത്തെ CD കടകളെല്ലാം ബേക്കറി ആയി, അല്ലെന്നുണ്ടെങ്കിൽ ലോട്ടറി കടകളായിട്ട്. അപ്പം ഇപ്പൊ CD ഇപ്പൊ കാറിൽ പോലും CD ഇല്ല. പിന്നെ കാസറ്റ് പണ്ടേ പോയി. പക്ഷെ നമ്മുടെ വിനീത് ശ്രീനിവാസൻ ഒരു പരീക്ഷണം നടത്തി വീണ്ടും കാസറ്റ് കൊണ്ടുവരാൻ, പക്ഷെ അത് നടക്കത്തില്ല. കാരണം ഇപ്പം എല്ലാം ഡിജിറ്റലൈസേഷൻ വന്നുകൊണ്ട് ഇപ്പം പെൻഡ്രൈവിൽ കൊടുത്താൽ പോലും അത് കോപ്പി ചെയ്തിട്ട് പോകുന്നതുകൊണ്ട് ഒരു പ്രൊഡ്യൂസർക്ക് ഒരിക്കലും ലാഭമാകത്തില്ല. അതുകൊണ്ട് എൻ്റെ സമർപ്പണമായിട്ട് ഞാൻ എൻ്റെ യൂട്യൂബിൽ ഞാൻ ഇത്തവണ ഒരു എൻ്റെ പൊന്നുസ്വാമി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇറക്കിയായിരുന്നു. അതിപ്പം കുറേ പേര് 1.5 ലക്ഷം പേര് അത് കണ്ടു. ഒരുപാട് നന്ദിയുണ്ട്. അതിൻ്റെ തുടക്കം വേദാന്ത ഭൂതനാഥൻ അയ്യപ്പ സ്വാമി ഹേമന്ത ചന്ദ്രനായ മണികണ്ഠ സ്വാമി, അങ്ങനെയാണ് ആ പാട്ട് തുടങ്ങുന്നത്. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഞാനിപ്പം ലേറ്റസ്റ്റ് ആയിട്ടൊരു മണ്ഡലകാലം എന്ന് പറഞ്ഞിട്ട് ഒരു ഇതും കൂടെ ഇറക്കി, ഒരു പാട്ടും കൂടെ ഇറക്കി, വീഡിയോ സോങ്. ഗണപതിയേ ശരണം ഗജാനനനേ ശരണം ആകാശക്കുടകീഴേ അകക്കാമ്പിൽ നിറയണേ സ്വാമി സോദരനേ. അതിനും നല്ല സ്വീകരണമാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും യൂട്യൂബിൽ കയറിയിട്ട് ആ പാട്ട് ഒന്ന് കേൾക്കണം. അയ്യപ്പസ്വാമിയുടെ അടുത്തുള്ള ഭക്തി നിങ്ങൾക്കും കൂടെ പകർന്നു തരികയാണ്. പാവമീ ഗായകൻ അയ്യപ്പനേകുന്ന ഒരു സംഗീതമാലയെ കുറിച്ച് പണ്ട് ഗിരീഷ് പുത്തഞ്ചേരി സാർ ഒരു പാട്ടിൽ സാർ പാടിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആലാപനങ്ങൾക്ക്, ഭക്തി സംഗീത സമർപ്പണങ്ങൾക്ക് എല്ലാ ആശംസകളും. വളരെ സന്തോഷം. ഒരുപാട് സന്തോഷം. ഹരിയായിട്ടിരുന്നിട്ട് ഇങ്ങനെ എന്താ പറയുന്നത് അയ്യപ്പൻ്റെ കാര്യങ്ങൾ സംസാരിക്കുക എന്ന് പറയുന്നത് വേറൊന്നുമല്ല. അയ്യപ്പസ്വാമി കലിയുഗ വരദനാണ്, പ്രപഞ്ചപാലകനാണ്. ഈ പ്രപഞ്ചത്തെ, ഈ അച്യുതണ്ടിനെ തിരിക്കുന്ന ഒരു ശക്തിയാണ് അയ്യപ്പൻ. അയ്യപ്പൻ്റെ പാതാരബിന്ദങ്ങളിൽ നമസ്കാരം. സ്വാമിയേ ശരണമയ്യപ്പോ. സ്വാമി സവിധം ഇന്നിവിടെ പൂർണ്ണമാകുന്നു. അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം.